ഹായ് ഗായ്സ്, അപ്പം നമ്മൾ പുതിയ വീഡിയോ ചങ്കുകൾ അയച്ച പുതിയ റീൽസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. വെറുതെ പണിയും വേലയും ഒന്നുമില്ലാതിരുന്ന് ചങ്കുകൾ നമുക്ക് റീൽസ് ഷെയർ ചെയ്യും. ചങ്കുകൾ അയച്ച റീൽസ് എല്ലാം നോക്കി എടുക്കാം. കണ്ടെത്തിയത് ഞാനാ. എന്താ ഞൊണ്ടെങ്കിലും ജീവിച്ചോട്ടെ. അതിനുള്ള ധനം നൽകിയത് ഞാനാണ്. ഈ മുട്ട ഇതിൻ്റെ അകത്ത് ഈ സിനിമയ്ക്കകത്ത്, അതായത് ഈ എഡിറ്റിംഗ് അല്ല, ഈ സിനിമയ്ക്കകത്തൊരു സീനുണ്ട്. മറ്റേ ബലാൽ ദേവൻ മറ്റേ കറങ്ങുന്നൊരു വണ്ടി ഉണ്ടല്ലോ, ഇങ്ങനെ ചക്രം ഫ്രണ്ടിൽ ചക്രം കറങ്ങിയിട്ട് ഇങ്ങനെ കൊയ്ത് വിടുന്നൊരു വണ്ടി. കൊയ്ത് വിടുന്ന പുള്ളി ഭയങ്കര മാസിലായി സിനിമയ്ക്കകത്ത്. കാലകയം ഫ്യൂരി ഇല്ലേ, ഒറ്റയടിക്ക് അത് പൊട്ടിക്കാൻ നേരത്തെ അത് ചിരിക്കുന്ന ഒരു സെൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിടിവിട്ട് ചിരിച്ചു പോകും. പുള്ളി കാരണം അത്ര മാസം ഭയങ്കര എൻട്രി ആയിട്ട് വരുമ്പോൾ കാലകേറിന് എന്നെ ഊമ്പിക്കുന്നല്ലേ, അവൻ്റെ ഒരു ചക്രം അങ്ങ് അടിച്ചു പൊട്ടിക്കുന്നത്. കാര്യമായിട്ട് വല്ലതും പറ. എന്നാ വേറൊരു സാധനം പറയാം. അതെന്ത് കോപ്പ്? നനച്ച വണ്ടി കയറിയിട്ട് അല്ല, അങ്ങനെ മറ്റേ കുഴച്ച. ഈ ഡയലോഗ് കേരളത്തിൽ മറ്റേ ആളുടെ അല്ല, മറ്റേ ഉണ്ണിക്കണം മംഗലാണ്. ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ്. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. വണ്ടി കയറിയിട്ട് ഞാൻ അപ്പുറത്തെ ടീമിൽ പോട്ടെ. പിഴച്ച വണ്ടി കയറിയിട്ട് മറ്റേ പൊടിച്ച വണ്ടി. ഞാനിവിടുന്ന് എണ്ണീറ്റാ എഴഞ്ഞ് ജീവിച്ചാലും അതിനൊരു അന്തസ്സണ്ടാ. കണ്ടില്ലേ, ദൈവത്തിന്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ട് വട്ടം കൂടി നിന്ന് അപരാധം പറയുന്നു. എന്നെ എഡിറ്റ് ചെയ്യുന്നവന്മാർ ഒരു കാര്യമല്ലേ, ഇവനെന്താ ആണുങ്ങളുടെ കുടുംബശ്രീ ഉണ്ടാക്കുന്നോ? ആ കിട്ടി. നമ്മ നനച്ച വണ്ടി കയറി നനച്ച ഇടത്തേക്ക് പുല്ലൻ ചത്ത. അങ്ങനെ നനച്ച വണ്ടി കിടക്കണ വണ്ടി കിടക്കാൻ ഒരു നേരൊറുക്ക് ഒരു കാലൊറുക്ക്. നിന്നെ ഞാനിറുക്ക എടാ കാലകയും വന്നെന്ന് വരട്ടെ. നനച്ച വണ്ടിയിലെ കൂപ്പിയുടെ ആനും കുറുക്കനും ചങ്ങാതിമാരായിരുന്നു. അവരിൽ ഒരു ദിവസം അവര് നടന്ന് കാട് വിട്ട് നാട്ടിലെത്തി. ചങ്ങാതി, എത്ര വിശാലമായ വയൽ! ഈ വയലിൽ ധാരാളം ഞണ്ടുകളും ഉണ്ടാവും. ഒരു പ്രായം ചെന്ന ഒരാള് ജോലി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളിനെ വിളിച്ചോർത്തി ആണാളകനാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കാനാന്നുള്ളതാണ് നീക്കം നടക്കുന്നത്. കിട്ടി ഒന്നിനെ കിട്ടി. തായോളി என்ன சீனடா മൈൻഡ് സെറ്റ് ഇങ്ങനെ ആകും, പക്ഷെ ഊമ്പും കുറെ കഴിയും. നമ്മുടെ മഹാറാണിയുടെ രാജാവിന്റെ മഹാറാണിയുടെ ഈ നയന മനോഹരമായ കാർക്കൂന്തലിന് കാരണമെന്താണ് രാജൻ? താളി. പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. നല്ലതായിട്ട് എടുത്താൽ നല്ലതായിട്ട്, ചീത്തായിട്ട് എടുത്താൽ ഊമ്പ്. ഇവൻ നോർത്ത് ഇന്ത്യനിലെ കരവാണോ അമരാതി മോനോ എന്നെ കഴപ്പാന്ന് പറഞ്ഞ പട്ടിയുടെ ചുണ്ണാടിയുടെ സൈഡിൽ വെച്ച് ബോംബ് പൊട്ടിക്കുന്നു. അതാ സംഭവം. അതാ കാണിക്കാൻ പറ്റത്തില്ല, കാണിച്ച യൂട്യൂബ് നമ്മളെ ഇതാക്കും. ഈ കഴപ്പന്മാരുടെ തന്തയിലായി പാട്ടി പോകാറുണ്ട്. ഈ മായിരന്മാരുടെ കഴപ്പിനൊരു കുറവില്ല. അത് ഇതാണ് മൊത്തം ഏക്കണ്ടല്ല. മയിലെ മാത്രമുള്ള അയച്ചു തരത്തുള്ളൂ. കൊച്ചു പിള്ളേരും വലിയ പിള്ളേരെയാണോ, കൊച്ചു പിള്ളേരൊന്നും വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ്ട. എല്ലാവരും ഇറങ്ങി വല്ലോ പോയി കാർട്ടൂണോ പറയുമല്ലോ, ഇത് കണ്ടുകൊണ്ടിരിക്കരുത്. ഇത് വലിയ ഇവനെ മാത്രമല്ല, ഇവനെ മൊത്തം അവരാതെ അയച്ചിരുന്നു. മൊത്തം ഏക്കണ്ടല്ല. ഏതോ സുന്നാണി മെസ്സേജ് വന്നില്ല.
പെരുമ്പാമ്പല്ലടാ എന്നാ നീ யாரு சித்தப்பு நீங்க எப்ப வந்தீங்க? ശരിക്കും പറഞ്ഞാൽ പട്ടിക്കൊന്നും ഇതിനെ പേടിയില്ലടാ. നമുക്ക് മനുഷ്യർക്കാ മനുഷ്യന്റെ ഊണ്ടിക്കിട്ട് ഊത്തിയാ പിറ്റേ ദിവസം അവൻ മടിയാ പിത്തിയ ഫോട്ടോ ഈ മയിലൊക്കെ കടിച്ചു കുഴപ്പം. അതുകൊണ്ട് ആരും വെളിയിലൊക്കെ രാത്രി വരുമ്പോൾ ലൈറ്റും കൊതമൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. ഈ പഴനി तुम्हें पता है मार्को कौन है? मार्को के सामने बोले गए हर शब्द का हिसाब रखना होगा. Each and every word counts. എടാ ഇത് മാർക്കോയും പറയുന്നു അല്ല, ഇവനേതോ ആണ് തമ്പാക്ക് വിൽക്കുന്ന ആ കോട്ടയത്തെങ്ങാണ്ട് തമ്പാക്ക് വിൽക്കുന്ന വാണത്തിനെ പിടിച്ച് മാർക്കാണ് മൂർഖന്റെ तुम्हें पता है मार्को ചെറുക്കനുണ്ട് പത്തായ മാർക്കോ അണ്ടി ചെറുക്കൻ്റെ. എടാ എന്നെ തന്തയിലെ കഴിവറിയില്ല, അവൻ സ്വന്തം ഭാര്യയ്ക്കൊണ്ട് പാട്ടിയുടെ ചുണ്ണാണി മുട്ടിയ സാമാനമുണ്ട്. ഇവയൊക്കെ ഭർത്താവ് നല്ല പിടിക്കണ്ടേ, പൊലയാടി പോലെ മലയാളത്തെ പിടിക്കണം, ഇംഗ്ലീഷ് എന്നാന്ന് എനിക്കറിയാം. പട്ടിയുടെ ചുണ്ണാണി വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നേ. എടാ ഇവ ആരടാ ഇവ എനിക്ക് എടാ അവന്റെ പോസ് കണ്ടോടാ. ഇതെന്നാന്ന് പറയും, കാറായി ഇരുന്നിട്ട് കുണ്ടി എമിയുള്ള പൊറിയെല്ലാം വിടാൻ പറ്റാതെ ഗ്യാസ് കയറി ഇരുന്നിട്ട് ഇറങ്ങുന്ന അതാ അവന് ഇത്ര മനപ്രയാസം. ചുണ്ണാണിയുടെ താഴെയുള്ള മീശ പോലെ ഇരിക്കുന്നു അവന്റെ മീശ. പഞ്ചായത്തിലെ എന്തേടാ ഈ പുള്ളിയുടെ പേരെന്നാ ഈ പുള്ളി പേര് പുള്ളി കീടിലെ കണ്ടന്റ് ക്രിയേറ്റർ സന്തോഷായി. ആര്യ നിനക്കൊരു മാനേഴ്സ് ഉണ്ടോടാ? ഇത് കുട്ടിക്കളിയാന്ന് വിചാരിച്ചേ. അപ്പൊ ഇതല്ലേ കുട്ടിക്കളി? നീ എന്നെ സംശയത്തോടെ ഉണ്ടല്ലേ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലടാ, അതുകൊണ്ടല്ലേ നിന്റെ ഭാര്യ ഇനി ഞാൻ നിന്റെ ഫ്രണ്ട് എടാ ഇത് മറ്റേ ആര്യേറ്റുവിനിട്ട് ഊമ്പിക്കുന്നതല്ല. പുതിയ തലമുറകളെ ഊമ്പിത്തരം. മെഡിറ്റ് ചെയ്തിട്ട് കഴിയും കേട്ടോ. ഏറ്റവും കൂടുതൽ കൊല്ലംകാർക്കിട്ടും പിന്നെ കോഴിക്കോടുകാർക്കിട്ടും. എന്റെ കൂടപ്പിറപ്പാണവൻ. അവനെ ഇല്ലാണ്ടാക്കിയവനെ ചോര കൊണ്ട് കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. എന്റെ കൂടപ്പിറപ്പ. ആ പെണ്ണ് പാവമുണ്ട്, ആ പെണ്ണിനെ ആരാണ് മൂഞ്ചി ചാട്ടോ അത് റീൽസ് വെച്ചിട്ട്. ശരിക്കും പറഞ്ഞ പെണ്ണുമാണ് ഡാൻസ് കളിക്കുന്നതല്ല, നമ്മൾ ആൺപിള്ളേര് മാത്രം ഡാൻസ് കളിക്കുന്നതാണ് യഥാർത്ഥ ഡാൻസ്. ആ സീൻ
ഓ എൻ്റെ പൊന്നു, ഇത് മറ്റേ കാഴ്ച ആൾക്കാരെ ചുമ്മാ അവിടെ വീഡിയോ മാറും. എടാ ഇത് വേറൊരാൾ ചെയ്ത് കണ്ട. അപ്പോൾ ആയിസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. 10 മിനിറ്റ് കൂടുതൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കാറില്ല. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മുടെ ചങ്കുകളുടെ പുതിയ വീഡിയോകളുമായി വരുന്നത് വരെയും ഗുഡ് നൈറ്റ്.